الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും ബാത്തിലിനെ ബാത്തിലായി അതിനെ തള്ളിക്കളയാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന ഗ്രന്ഥമാണ് നാം ഈ ദർസുകളിൽ പഠിക്കാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് നാം വിശദീകരിക്കുകയുണ്ടായി. ഹിജ്റ 1115 ജനിക്കുകയും 1206 മരണപ്പെടുകയും ചെയ്ത വലിയ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാം മുജദ്ദിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അടുത്തതായി അനിൽ മുഅല്ലഫ് അദ്ദേഹം എഴുതിയ ഈ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത്. നാം സൂചിപ്പിച്ചു, അദ്ദേഹം ബസറയിൽ വെച്ചാണ് ആ ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം നജ്ദിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അത് പുനഃപരിശോധിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഏകദേശം 66 67 അധ്യായങ്ങൾ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കിതാബു തൗഹീദിലുള്ള വിഷയങ്ങൾ അത് മൊത്തം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് 3 തിരിക്കാൻ കഴിയും. ഒന്നാമത്തെ വിഷയം തഖ്രീറു തൗഹീദി ബി അൻവാഇഹി സലാസ, തൗഹീദിൻ്റെ 3 ഇനങ്ങൾ, അതിനെ സ്ഥിരീകരിക്കുന്ന, അതിനെ പഠിപ്പിക്കുന്ന അധ്യായങ്ങൾ. തൗഹീദ് എന്താണ്, തൗഹീദിൻ്റെ 3 ഇനങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളത് പറയും. രണ്ടാമത്തെ ഇനം ആ തൗഹീദിനെ തകർത്ത് കളയുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന വലിയ ശിർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ആ ശിർക്കിനെ കുറിച്ചുള്ള ഭയം, ആ ശിർക്കിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ, ശിർക്കിൻ്റെ തുടക്കം, ഇതൊക്കെയാണ് രണ്ടാമതായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. മൂന്നാമതായി ചർച്ച ചെയ്യപ്പെടുന്നത് തൗഹീദിൻ്റെ പൂർണ്ണതയെ, അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ശിർക്കുമായി അശ്ശിർക്കുൽ അസ്ഗർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ 3 നിലക്ക് കിതാബു തൗഹീദിലെ വിഷയങ്ങളെ നമുക്ക് തിരിക്കാൻ കഴിയുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കിതാബു തൗഹീദ് അതിൽ തൗഹീദിൻ്റെ 3 ഇനങ്ങളെക്കുറിച്ചും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ആ പുസ്തകത്തിൻ്റെ, ആ കിതാബിൻ്റെ അതിൻ്റെ ബഹുഭൂരിപക്ഷവും അതിലെ അധിക പേജുകളും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ചെലവഴിച്ചത് തൗഹീദുൽ ഉലൂഹിയ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ആ തൗഹീദുൽ ഉലൂഹിയയുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് പുസ്തകത്തിൻ്റെ അതിലെ ബഹുഭൂരിപക്ഷവും എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടായിരിക്കാം ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദുൽ ഉലൂഹിയക്ക് പ്രാധാന്യം കൊടുക്കാനുണ്ടായ കാരണം? അതിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ നാട്ട് നജ്ദിലുള്ള അന്നത്തെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. കല്ലുകളെയും മരങ്ങളെയും അതുപോലെ മക്ബറകളെയും ഒക്കെ ആരാധിക്കുന്ന, അതിന് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു നാട്ടിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഭൂജാതനാകുന്നത്. അദ്ദേഹം ആ ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളെ കാണുകയും അതിലങ്ങേയറ്റം അദ്ദേഹം പ്രയാസപ്പെടുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദുൽ ഉലൂഹിയക്കായിരുന്നു അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അഥവാ ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ നൽകാവൂ എന്ന് സ്ഥാപിക്കുന്ന തൗഹീദാണ് തൗഹീദുൽ ഉലൂഹിയ. അതിനുവേണ്ടിയാണ് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിലെ അധിക പേജുകളും അദ്ദേഹം നീക്കിവെച്ചത്. രണ്ടാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം തൗഹീദുർ റുബൂബിയ്യ, അതുപോലെ തന്നെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ അന്ന് ലഭ്യമായിരുന്നു. എന്നാൽ തൗഹീദുൽ ഉലൂഹിയയെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഭംഗിയിൽ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ അന്ന് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വളരെ മനോഹരമായി
തൗഹീദിനെ വിശദീകരിക്കുന്ന, തൗഹീദുൽ ഉലൂഹിയെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അദ്ദേഹത്തിന് മുൻപോ അദ്ദേഹത്തിന് ശേഷമോ ഇതുപോലൊരു ഗ്രന്ഥം തൗഹീദുൽ ഉലൂഹിയയുടെ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും ആ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മസ്ജിദുകളിൽ, ധാരാളം മസ്ജിദുകളിൽ ഇന്നും അത് ദിനേന പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മക്കൾ, കുട്ടികൾ അത് ചെറുപ്രായത്തിൽ തന്നെ അത് മനഃപ്പാഠമാക്കുകയാണ്. യൂണിവേഴ്സിറ്റികളിലും വിദ്യാലയങ്ങളിലുമൊക്കെ അവരുടെ പാഠ്യപദ്ധതിയിൽ തൗഹീദിന്റെ വിഷയം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കാറുള്ള പുസ്തകം അത് കിതാബു തൗഹീദാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കിതാബിന്റെ അതിന്റെ മൂല്യം അതറിയിക്കുന്ന ഒരു സംഭവം ഇമാം മുഹമ്മദ് ബിൻ ഇബ്രാഹിം റഹിമഹുല്ല അദ്ദേഹം വിവരിക്കുന്നതായി കാണാം. മഹാനായ അബൂബക്കർ അബ്ദുറഹ്മാൻ അൽ ബക്രി റഹിമഹുല്ല അദ്ദേഹം നജ്ദിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ അദ്ദേഹം മറ്റൊരു നാട്ടിൽ പോയി തൗഹീദിന്റെ പ്രബോധനം ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ കച്ചവടവും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സാമ്പത്തികമായി ആവശ്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള ആളുകളുടെ ചരക്കുകളൊക്കെ ശേഖരിച്ച് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് കച്ചവടം ചെയ്യാറുണ്ട്. അങ്ങനെ അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ ഇന്ത്യയിൽ 6 മാസക്കാലം ഇന്ത്യയിൽ തങ്ങാറുണ്ട്, ചെലവഴിക്കാറുണ്ട്. ഇന്ത്യയിൽ അദ്ദേഹം കച്ചവടം ചെയ്യുന്ന ആ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കടയുടെ അടുത്തായി ഇന്ത്യക്കാരനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ക്ലാസ്സുകളിലും ദർസുകളിലും അവസാന സമയത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരെ ശാപപ്രാർത്ഥന നടത്തുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ മുൻപിലിരിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ, ശിഷ്യന്മാർ അതിന് ആമീൻ പറയുകയും ചെയ്യുന്ന കാഴ്ച നജ്ദിലുള്ള ഈ പണ്ഡിതൻ അബ്ദുറഹ്മാൻ അൽ ബക്രി റഹിമഹുള്ള അദ്ദേഹം അത് കാണുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് അത് വലിയ പ്രയാസം അനുഭവപ്പെടുകയും അദ്ദേഹത്തിന്റെ ആ കടയിലേക്ക് ഈ ദർസെടുക്കുന്ന ഷെയ്ഖിനെ, ആ പണ്ഡിതനെ അദ്ദേഹം ഒരിക്കൽ ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വരുന്നതിന് മുൻപായി കൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ അൽ ബക്രി റഹിമഹുള്ള അദ്ദേഹം കിതാബു തൗഹീദിന്റെ ഒരു കോപ്പി അവിടെ വീട്ടിൽ വെച്ചിരുന്നു. പക്ഷേ അത് കിതാബു തൗഹീദാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അതിന്റെ പുറംചട്ട അദ്ദേഹം കീറിക്കളഞ്ഞിരുന്നു. അത് എഴുതിയ രചയിതാവ് ആരാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ പണ്ഡിതൻ അവിടെ കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അവർ വെള്ളം കുടിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ആ പുസ്തകം എടുത്ത് വായിച്ചു നോക്കുകയും എന്നിട്ട് അദ്ദേഹം ചോദിച്ചതായി കാണാം, ലിമൻ ഹാദൽ കിതാബ്, ഇതാരുടെ പുസ്തകമാണ്? ഫഇന്ന ഫീഹി നഫസൽ ബുഖാരി, ഈ പുസ്തകത്തിന്റെ രചയിതാവ് അദ്ദേഹത്തിന് ഇമാം ബുഖാരിയുടെ ശൈലി, ഇമാം ബുഖാരി എങ്ങനെയാണോ തന്റെ സഹീഹുൽ ബുഖാരി എഴുതിയത് അതേ ശൈലിയാണ് ഈ ഗ്രന്ഥകാരനും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ അൽ ബക്രി റഹിമഹുള്ള അദ്ദേഹം ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബാണ് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ ഗ്രന്ഥം എഴുതിയത് ആരാണെന്ന് അറിയുന്നതിനായി നമുക്കൊരു ലൈബ്രറിയിലേക്ക് പോകാം. അങ്ങനെ അവിടെയുള്ള ഒരു ലൈബ്രറിയിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന ആളോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഹാദാ ഹുവ കിതാബു തൗഹീദ് ലിശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദാണ് എന്ന് ആ ലൈബ്രറിയിലുള്ള ആ ജോലിക്കാരൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇത് കേട്ട സന്ദർഭത്തിൽ ഇന്ത്യക്കാരനായ ആ പണ്ഡിതൻ അദ്ദേഹം ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്, കാഫിറായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബാണോ ഇത് എന്ന് അദ്ദേഹം ഒച്ചത്തിൽ ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കുറച്ചു നേരം മൗനം പാലിച്ചു. അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടി ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻ കാന ഹാദൽ കിതാബു ലി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഫഖദ് ളലംനാഹു, ഈ ഗ്രന്ഥം ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥമാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് അനീതി കാണിച്ചിരിക്കുന്നു. കാരണം എല്ലാ ദർസുകളിലും അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ശാപപ്രാർത്ഥന നടത്തുകയും ചെയ്ത വലിയ ഒരു പണ്ഡിതനായിരുന്നു ഇദ്ദേഹം. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം തന്റെ എല്ലാ ദർസുകളിലും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തൗഹീദിന്റെ പ്രബോധകരായി മാറിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് ആ ഗ്രന്ഥത്തിന്റെ മൂല്യത്തെ അറിയിക്കുന്ന കാര്യമാണ്. കാരണം ശത്രുക്കൾ പോലും അവർ പോലും ആ ഗ്രന്ഥത്തെ തിരിച്ചറിയുകയും ആ ഗ്രന്ഥത്തിന്റെ മൂല്യം അവർ മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം 80ഓളം ആയത്തുകളും അതുപോലെ തന്നെ 140ഓളം ഹദീസുകളുമാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ അധ്യായങ്ങളിലും സഹാബികളുടെ അവരുടെ അസറുകൾ, അതുപോലെ പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ, അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ള കാര്യം. ഈ ഗ്രന്ഥത്തിൽ ഒരൊറ്റ മൗദൂആയ ഹദീസ് പോലും അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടില്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്
ചേർക്കപ്പെടുന്ന നിർമ്മിതമായ ഹദീസുകൾ ഒറ്റ ഒന്നും ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുകയില്ല. അതുപോലെ ഹദീസുകളിൽ ബഹുഭൂരിപക്ഷം ഹദീസുകളും അതെല്ലാം സഹീഹുൽ ബുഖാരിയിൽ നിന്നും സഹീഹ് മുസ്ലിമിൽ നിന്നുള്ള ഹദീസുകളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. എന്താണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം പുതുതായി കൊണ്ടുവന്ന കാര്യങ്ങളല്ല ഇതൊന്നും, മറിച്ച് ഖുർആനിന്റെ അതുപോലെ ഹദീസിന്റെ തെളിവുകൾ, പ്രമാണങ്ങൾ, സഹാബത്ത് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായപ്പെട്ടത് എന്ന കാര്യങ്ങൾ അത് ക്രോഡീകരിക്കുകയും അത് നമുക്ക് അറിയിച്ചു നൽകുകയും മാത്രമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ചെയ്തിട്ടുള്ളത്. എന്നാൽ പിൽക്കാലത്ത് വന്ന ആളുകൾ അവർ ഷെയ്ഖിനെ ആക്ഷേപിക്കുന്നതായി കാണാം. ഇമാമുകൾക്ക് പരിചയമില്ലാത്ത, ഇതുവരെ ആരും കണ്ടു പരിചയമില്ലാത്ത ഒരു അഞ്ചാമത്തെ മദ്ഹബാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്കെതിരെ ആക്ഷേപങ്ങൾ പറയുന്നവരെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അവർ അദ്ദേഹത്തിന്റെ കിതാബ് അതൊന്ന് സത്യസന്ധമായി നിഷ്പക്ഷമായി ഒന്ന് വായിക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാകുമായിരുന്നു. ആ കിതാബിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആയത്തുകളും ഹദീസുകളുമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ്, നമ്മുടെ അഖീദ പഠിക്കുമ്പോൾ നമ്മുടെ തെളിവുകൾ, നമ്മുടെ പ്രമാണം അത് ആയത്തും ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാഉമാണ്. അവർ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞ കാര്യമാണ്. ഇത് മൂന്നുമാണ് അഖീദ വിശ്വാസകാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള നമ്മുടെ തെളിവുകൾ, പ്രമാണം എന്ന് പറയുന്നത്. ഏത് കാര്യവും നാം വിശ്വസിക്കുന്നതിന് നമ്മുടെ പ്രമാണമുണ്ട്. അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ എല്ലാ കിതാബുകളും നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഏത് മസ്അല പറയുകയാണെങ്കിലും വദ്ദലീലു ഖൗലുല്ലാഹി തആല, അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ വചനമാണ്. അല്ലെങ്കിൽ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കും. അപ്പോൾ ഈ ഒരു ശൈലി, ഈ ഒരു മാതൃക നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. എന്ത് വിശ്വസിക്കണമെങ്കിലും എന്ത് പ്രവർത്തിക്കണമെങ്കിലും അതിന് വ്യക്തമായ പ്രമാണം, തെളിവ് നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം. അത് ഖുർആനും സുന്നത്തും അതല്ലെങ്കിൽ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള ഇജ്മാഉമാണ്. അതിനപ്പുറമായി മറ്റൊരു തെളിവ് നമുക്കില്ല. എന്നാൽ പലതരത്തിലുള്ള തെളിവുകൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ തെളിവെന്ന് പറയുന്നത് അത് ബുദ്ധിയാണ്. വഹിയാകുന്ന റസൂലിന്റെ അധ്യാപനങ്ങളെ അതിനെ എതിർക്കുവാൻ, അതിനെ മുന്നിടുവാൻ അവർ കണ്ടെത്തുന്നത് അവരുടെ ബുദ്ധിയാണ്. അവരുടെ ബുദ്ധിക്കനുസരിച്ച് ദീനിനെ കണ്ടെത്തുന്ന ആളുകൾ, ബുദ്ധിക്കനുസരിച്ച് ദീനി നിർമ്മിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സ്വപ്ന കഥകൾ അത് തെളിവാക്കുന്ന എത്രയോ ആളുകളുണ്ട്. പിഴച്ചുപോയ ത്വരീഖത്തിന്റെ സൂഫിയാക്കളുടെ വഴികളിൽ അവരുടെ തെളിവുകൾ അത് സ്വപ്ന കഥകളാണ്. സ്വപ്നത്തിൽ ഇന്ന ശൈഖ് വന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഇസ്ലാമിന്റെ അടിത്തറകളെ തകർക്കുന്ന പല കഥകളും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ചില ആളുകൾ അവരുടെ തെളിവുകൾ അത് അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളാണ്. ഇന്ന സ്ഥലത്ത് പോയി ഇന്ന അനുഭവങ്ങൾ ഉണ്ടായി, അതാണ് അവർ പ്രമാണമാക്കുന്നത്. ഇന്ന ജാറത്തിൽ പോയപ്പോൾ എനിക്ക് കുട്ടിയെ ലഭിച്ചു, അതുകൊണ്ട് ജാറത്തിൽ പോകുന്നത്, അവിടെ പോയാൽ കുട്ടിയെ ലഭിക്കുമെന്നത് അത് ശരിയാണ്. അതിനുള്ള പ്രമാണം എന്താണ്? അവരുടെ അനുഭവങ്ങളാണ്, അവരുടെ സാക്ഷ്യങ്ങളാണ്. അതൊരിക്കലും തെളിവാവുകയില്ല. വ്യഭിചാരത്തിലൂടെ സന്താനമുണ്ടാകും, അതുകൊണ്ട് വ്യഭിചാരം അത് ശരിയാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളെയും സാക്ഷ്യങ്ങളെയും ഒക്കെ അതിനെ തെളിവാക്കുന്ന, പ്രമാണമാക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ബഹുഭൂരിപക്ഷം അതിനെ തെളിവാക്കുന്ന ആളുകൾ അന്ധമായ അനുകരണം, തഖ്ലീദ്, തെളിവുകൾ നോക്കാതെ, പ്രമാണങ്ങൾ നോക്കാതെ അന്ധമായി വ്യക്തികളെയും മദ്ഹബുകളെയും അതുപോലെ തന്നെ സംഘങ്ങളെയും ഒക്കെ അനുകരിക്കുന്ന ആളുകൾ, അതും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട തെളിവുകളല്ല. വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളും അത് സലഫുകൾ, താബിഈങ്ങൾ, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ അവരെങ്ങനെയാണോ അത് മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണോ അത് നടപ്പിലാക്കിയത്, അതാണ് നമ്മുടെ പ്രമാണമെന്ന് നാം തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മളിനി പഠിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അഖീദയുമായി ബന്ധപ്പെട്ട, അതുമല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിനൊക്കെ നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അത് സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതിനനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ തൗഹീദ് പഠിക്കുമ്പോൾ, ഈ തൗഹീദിന്റെ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, അതല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അവർ പറയുന്ന കാരണം എന്താണ്? ഈ തൗഹീദൊക്കെ നമ്മൾ എത്ര കാലമായി പഠിക്കുന്നു, പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്, ഇതൊന്നും നിർത്താനായില്ലേ എന്ന നിലയ്ക്ക് തൗഹീദ് പഠിക്കുന്നതിൽ നിന്ന്, ആ തൗഹീദിലേക്കുള്ള പ്രബോധനത്തിൽ നിന്ന് ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അത്തൗഹീദു ഫഹിംന, തൗഹീദ് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി തൗഹീദൊന്നും പഠിക്കേണ്ടതില്ല, എത്രയോ വിഷയങ്ങളുണ്ട്, അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, വീണ്ടും തൗഹീദ് തന്നെയാണോ എന്നൊക്കെ പറയുന്ന ആളുകൾ. പണ്ഡിതന്മാർ പറയുന്നു, കലിമത്തുൻ ശൈത്താനിയത്തുൻ, ശൈത്താൻ ഇതിന്റെ മനസ്സിലിട്ട് തരുന്ന ദുർമന്ത്രമാണത്, ശൈത്താനിന്റെ കുതന്ത്രമാണ്. കാരണം തൗഹീദ്
അതിലേക്കുള്ള പ്രബോധനം നിലച്ചുപോയാൽ, തൗഹീദിന്റെ പഠനം നിലച്ചുപോയാൽ, ആളുകൾ പതിയെ പതിയെ അവർ ചെന്നെത്തുന്നത് ശിർക്കിന്റെ വഴികളിലേക്കാണ്. ആ തൗഹീദിനെ കുറിച്ചുള്ള മറവി അത് പഠിക്കാതിരിക്കുമ്പോഴാണ് സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ പഠനം അതൊരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ പ്രബോധനവുമായി മക്കയിലേക്ക് കടന്നു വന്ന സന്ദർഭം നമുക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന റുഖാവയിലും ദുൽ മജാസിലും അതുപോലെയുള്ള കച്ചവട സ്ഥലങ്ങൾ, അങ്ങാടികൾ, മാർക്കറ്റുകൾ, അവിടെ പോയി റസൂലുള്ള പറഞ്ഞ കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, പ്രഖ്യാപിക്കുക. തുഫ്ലിഹു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇതേ കാര്യമാണ് മക്കയിലുണ്ടായിരുന്ന സഫാ പർവ്വതത്തിന്റെ, സഫാ കുന്നിന്റെ മുകളിൽ കയറി റസൂലുള്ള മക്കയിലുള്ള ഗോത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുകയാണ്. എല്ലാവരും അവിടേക്ക് വന്നെത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? മക്കയിലുണ്ടായിരുന്ന ആളുകളെല്ലാം പറഞ്ഞു, ഞങ്ങൾ സത്യപ്പെടുത്തും. കാരണം സത്യമല്ലാതെ മറ്റൊന്നും റസൂലെ താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് പരിചയമില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞു, എങ്കിൽ വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് അവിടുന്ന് നൽകുകയാണ്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, തൗഹീദിലേക്ക് അവിടുന്ന് ക്ഷണിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കി, ബഹളമുണ്ടാക്കി പോയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ നീണ്ട 13 കൊല്ലക്കാലം മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിലേക്കുള്ള പ്രബോധനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മടുപ്പ് വന്നില്ല. 13 കൊല്ലം റസൂലുള്ള ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ നമസ്കാരം അന്ന് ഫറളാക്കപ്പെട്ടിട്ടില്ല, നോമ്പ് ഫറളാക്കപ്പെട്ടിട്ടില്ല. ആ മക്കയിലുണ്ടായിരുന്ന 13 കൊല്ലവും തൗഹീദ് തന്നെയാണ് വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ അനുഭവിച്ച പ്രയാസങ്ങൾ അതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ 13 കൊല്ലത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. നാടും വീടും കുടുംബവും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ വന്നെത്തിയതിന് ശേഷം അള്ളാഹു വീണ്ടും ആയത്തിറക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിലെത്തിയതിന് ശേഷം അള്ളാഹു വീണ്ടും നബിയോട് പറയുന്നു, ഫഅലം, നബിയെ താങ്കൾ പഠിക്കണം, താങ്കൾ മനസ്സിലാക്കണം, താങ്കൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. നീണ്ട 13 വർഷം ആ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ച് മദീനയിലേക്ക് ആശ്വാസമായി അവിടേക്ക് വന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ അള്ളാഹു വീണ്ടും പറയുന്നത് ആ തൗഹീദ് പഠിക്കുവാനാണ്. അതുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ തൗഹീദ് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ തൗഹീദിൽ നിന്ന് ജനങ്ങളെ അതിൽ നിന്നൊരു അവർക്ക് ആ തൗഹീദ് പഠിക്കേണ്ടതില്ല, അതിലെ പ്രാധാന്യം ജനങ്ങളിൽ നിന്നും ഇകഴ്ത്തുന്ന, അത് കുറച്ച് കാണിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ കെണിയിൽ നാം അകപ്പെടാൻ പാടില്ല. അവർ തൗഹീദിന്റെ വിഷയങ്ങൾ സംസാരിക്കാറില്ല. അവർ പറയാറുള്ളത് അമലുകളുടെ ശ്രേഷ്ഠതകളാണ്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്താലുള്ള അതിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ പുണ്യങ്ങൾ, അതൊക്കെ അവർ ധാരാളമായി പറയും. പക്ഷേ ആ അമലുകൾ സ്വീകരിക്കാനുള്ള തൗഹീദിനെ കുറിച്ച് അവർ പറയുന്നില്ല. ധാരാളം നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതിഥികളെ സൽക്കരിക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്. അതേ ആള് തന്നെ ജാറത്തിൽ പോകുന്നുണ്ട്, അവൻ തന്നെ ജാറത്തിൽ അവൻ അവിടെ നേർച്ചയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? അതുകൊണ്ട് തൗഹീദ് അത് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതാണ്, അത് ഉറക്കെ പറയേണ്ടതാണ്. അതാണ് മരണ നേരത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം തന്നെയാണ് പ്രഖ്യാപിച്ചത്. അവിടുന്ന് മരണപ്പെടുന്ന ആ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ഒരു വിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് അവിടുന്ന് ആ വിരിപ്പ് അല്പനേരം മാറ്റിക്കൊടുക്കും. ആ സമയത്ത് പോലും റസൂലുള്ളാഹി പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രൈസ്തവരുടെ മേലിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്താണ് അവർ ശപിക്കപ്പെടാനുണ്ടായ കാരണം? എന്താണ്? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ നബിമാരുടെ ഖബറിടങ്ങളെ മസ്ജിദുകളാക്കിയിരിക്കുന്നു, സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്, അതിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവും അതിന്റെ അകവും പുറവുമെല്ലാം അത് തൗഹീദിന് വേണ്ടിയായിരുന്നു എന്ന പാഠമാണ് ഈ തൗഹീദിന്റെ മേഖലയിൽ, ആ തൗഹീദിന്റെ കിതാബ് പഠിക്കുന്നതിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തേണ്ട കാര്യമെന്ന് തുടക്കത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഗ്രന്ഥകാരൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ ഗ്രന്ഥം ആരംഭിക്കുകയാണ്. ആദ്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് അതിന്റെ ബറക്കത്തെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥം ആരംഭിക്കുന്നത്. ബസ്മല എന്നാണ് പറയുക, ബസ്മല കൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. അങ്ങനെ ബിസ്മി കൊണ്ട് ഗ്രന്ഥം ആരംഭിക്കാൻ
അതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ കാരണം ഇഖ്തിദാഅൻ ബി കിതാബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബ് അഥവാ വിശുദ്ധ ഖുർആൻ അത് ആരംഭിച്ചിട്ടുള്ളത് ബിസ്മി കൊണ്ടാണ്. ഖുർആനിന്റെ പേജുകൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതിൽ ഒന്നാമതുള്ളത് ബിസ്മിയാണ് എന്ന കാര്യം അത് പണ്ഡിതന്മാർ ഇജ്മാഉള്ള വിഷയമാണ്. അപ്പോൾ ഖുർആൻ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. ഈ ഒരു അർത്ഥത്തിൽ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചതായി കാണാം. രണ്ടാമത്തേത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അവിടുത്തെ മാതൃകയുള്ള കാര്യമാണ്. എഴുത്തുകളിൽ, കത്തുകളിൽ, സന്ദേശങ്ങൾ അയക്കുന്ന സന്ദർഭങ്ങളിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അവിടുന്ന് റോമിന്റെ ഭരണാധികാരിയായ ഹിറഖൽ അദ്ദേഹത്തിന് കത്തെഴുതുകയാണ്. അതിന്റെ തുടക്കം എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹി വ റസൂലിഹി, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൽ നിന്നും റോമിന്റെ ഭരണാധികാരിയായ ഹിറഖലിലേക്ക് അവിടുന്ന് കത്തെഴുതുന്നു. അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം പിൻപറ്റിയവന് അവന് സലാം എന്നാണ് കത്തിന്റെ തുടക്കം. അങ്ങനെയാണ്. അതിന്റെ ആരംഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയത് കാണാം. അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന സ്വഹാബികൾ അവരൊക്കെ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും കത്തുകൾ എഴുതുന്ന സന്ദർഭത്തിൽ അതിന്റെ തുടക്കത്തിൽ ബിസ്മി രേഖപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, നബിമാർ അവരുടെ മാതൃകയുള്ള കാര്യമാണ് ബിസ്മി എഴുതുക എന്നുള്ളത്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം അദ്ദേഹം ബിൽക്കീസ് രാജ്ഞിയിലേക്ക് അദ്ദേഹം കത്തെഴുതി ഒരു മരം കൊച്ചിയിൽ അതിന്റെ പക്കൽ ആ കത്ത് അയക്കുകയുണ്ടായി. ആ കത്തിന്റെ തുടക്കത്തിൽ എങ്ങനെയാണുള്ളത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്പിയാക്കന്മാർ, നബിമാർ അവരുടെയും മാതൃകയുള്ള കാര്യമാണ് ഇത്തരത്തിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. നാലാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, അത്തബറുഖു ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കുക, അതുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത്. അഞ്ചാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ, ഉലമാക്കൾ, ദീനിന്റെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമ്മത്തുകൾ അവരൊക്കെ അവരുടെ ഗ്രന്ഥം ആരംഭിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ കിതാബുത്ത് തൗഹീദ് അത് ബിസ്മി കൊണ്ടാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എഴുത്തുകൾ, പ്രത്യേകിച്ച് കത്തുകൾ, അതുപോലെ തന്നെ വലിയ വലിയ ലേഖനങ്ങൾ, കൃതികളൊക്കെ എഴുതുന്ന സന്ദർഭത്തിൽ അതിന്റെ തുടക്കത്തിൽ ബിസ്മി എഴുതാൻ ശ്രദ്ധിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വഖദ് ഇസ്തഖറ അമലുൽ മുസന്നിഫീന അല ഇഫ്തിതാഹി കുതുബിൽ ഇൽമി ബിൽ ബസ്മല. ദീനിന്റെ വിഷയത്തിൽ എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അത് ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് അത് പണ്ഡിതന്മാരുടെ ഒരു രീതിയായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് എഴുത്തുകൾ ബിസ്മി കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ പ്രഭാഷണങ്ങൾ, ഖുതുബകൾ, സംസാരങ്ങൾ അതൊക്കെ ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്? ബിൽ ഹംദല, ഹംദ് കൊണ്ടാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഏതാണ്? ഖുതുബ തുടങ്ങുമ്പോൾ ഇന്നൽ ഹംദലില്ലാ, അല്ലെങ്കിൽ അൽഹംദുലില്ലാ, ഹംദ് പറഞ്ഞുകൊണ്ടാണ് ഖുതുബകൾ ആരംഭിക്കേണ്ടത്. എഴുത്തുകൾ അത് ബിസ്മി കൊണ്ടുമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. സാധാരണയായി ഗ്രന്ഥങ്ങൾ എഴുതുന്ന മറ്റ് ഗ്രന്ഥകാരന്മാർ അവരൊക്കെ ആ ബിസ്മിയുടെ കൂടെ മറ്റ് 2 കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താറുണ്ട്. അതേതൊക്കെയാണ്? ഒന്ന് അൽഹംദല വസ്സലാത്തു അലൻ നബി. അവർ ബിസ്മിയുടെ കൂടെ ഹംദും പറയും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് തുടങ്ങുന്ന ഹംദും സലാത്തും പറയും. അതുപോലെ തന്നെ ഒരു മുഖദ്ദിമയുണ്ടാകും, പുസ്തകത്തിന് ഒരു മുഖദ്ദിമ, ഒരു ആമുഖമുണ്ടാകും. പക്ഷേ കിതാബ് തൗഹീദിൽ ഇത് രണ്ടുമില്ല, ഹംദുമില്ല, മുഖദ്ദിമയുമില്ല. അതിന്റെ കാരണമായി പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. എന്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഹംദല പറയാത്തത്, അൽഹംദുലില്ലാ, അതുപോലെ തന്നെ സ്വലാത്ത് പറയാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞു പോയ പല പണ്ഡിതന്മാരും ഇത്തരത്തിൽ ബിസ്മി കൊണ്ട് മാത്രം ഗ്രന്ഥങ്ങൾ തുടങ്ങിയവരുണ്ട്. പ്രത്യേകിച്ച് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ സഹീഹ് ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. ആ ബിസ്മിക്ക് ശേഷം അദ്ദേഹം ഹംദും സ്വലാത്തും ഒന്നും പറഞ്ഞിട്ടില്ല, നേരെ ഗ്രന്ഥത്തിലേക്ക്, ഹദീഫിലേക്ക് കടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു, ഇമാം ബുഖാരിയുടെ സഹീഹും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദും അത് പല നിലയ്ക്ക് സാദൃശ്യമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
അവരിരുവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രമാണ് അവരുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ ഹംദോ അതുപോലെ ഒരു ഗ്രന്ഥത്തിനൊരു ആമുഖം മുഖദ്ദിമ അതൊന്നും അവരിരുവരും നൽകിയതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുപോലെ പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം തന്റെ ഗ്രന്ഥം അത് ഈ ഉമ്മത്തിനുള്ള അദ്ദേഹത്തിന്റെ കാലശേഷം വരാനിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്ദേശമായി, ഒരു കത്തായിക്കൊണ്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കത്തുകൾ അത് ബിസ്മി മാത്രം മതി, അതിൽ എന്ത് വേണ്ടതില്ല, അതിൽ ഹംദ് വേണ്ടതില്ല. ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം ബിസ്മി മാത്രം അതിൽ പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമതായി ചില പണ്ഡിതന്മാർ പറയുന്നു, ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ എഴുതുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടായിരിക്കുക എന്നതാണ് ലക്ഷ്യം. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് ബിസ്മി മാത്രം പറഞ്ഞാൽ തന്നെ അതെന്തായി, അള്ളാഹുവിനെ കുറിച്ച് ഉള്ള ദിക്റായി. പിന്നെ അതിനുശേഷം ഹംദും അതുപോലെ സ്വലാത്തും അതൊന്നും വേണ്ടതില്ല, അതൊന്നും ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ബിസ്മിയിൽ പരിമിതപ്പെടുത്തിയത് എന്ന് കാണാം. എന്നാൽ ചില പണ്ഡിതന്മാർ, മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ല, അദ്ദേഹം കിതാബു തൗഹീദിന് വിശദീകരണം എഴുതിയ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, കിതാബു തൗഹീദിന്റെ ചില കയ്യെഴുത്ത് പ്രതികൾ, അതിന്റെ കോപ്പികൾ, അതിൽ ഹംദ് ഉള്ളതായി, ബിസ്മിക്ക് ശേഷം ഹംദ് ഉള്ളതായി അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ചില കോപ്പികളിൽ അത് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 കാരണങ്ങളാണ് അദ്ദേഹം ഹംദ് ഒഴിവാക്കിയതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ തന്നെ അൽ മുഖദ്ദിമ, ഈ ഗ്രന്ഥത്തിനൊരു ആമുഖമില്ല. അദ്ദേഹം നേരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബു തൗഹീദ് എന്ന് പറഞ്ഞ് നേരെ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് അൽ മുഖദ്ദിമ അദ്ദേഹം കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, മുഖദ്ദിമ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ഈ ഗ്രന്ഥത്തിൽ എന്ത് കാര്യമാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് മുഖദ്ദിമയിൽ ഉൾപ്പെടുത്തുക. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബു തൗഹീദ് എന്ന് പറയുന്നതോടുകൂടി ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതാനിരിക്കുന്ന കാര്യങ്ങൾ, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നത് ആ ഒരൊറ്റ തലവാചകത്തിലൂടെ തന്നെ ആളുകൾക്ക് ബോധ്യപ്പെടും. പിന്നീട് ഒരു മുഖദ്ദിമയുടെ ആവശ്യം, ഒരു ആമുഖത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിന് മുഖദ്ദിമ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അദ്ദേഹം മുഖദ്ദിമ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല നമ്മൾ പഠിക്കാനിരിക്കുന്ന കിതാബു തൗഹീദ് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതിൽ ഓരോ അധ്യായവും തുടങ്ങുന്നത് വഖൗലുല്ലാഹി തആല, ആയത്തുകളാണ്, പിന്നീട് ഹദീസുകളാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അത് രണ്ടിനെയും മുൻകടക്കരുത് എന്ന നിലക്ക് അദ്ദേഹം ഒരു മുഖദ്ദിമ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരത്തിനും മുൻപിലായി മറ്റൊരു സംസാരത്തിന്റെ ആവശ്യമില്ല എന്ന നിലക്ക് അദ്ദേഹം അത് ഒഴിവാക്കുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറയുന്നു കിതാബു തൗഹീദ്, ബിസ്മിക്ക് ശേഷം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നു കിതാബു തൗഹീദ്. കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രന്ഥം എന്നാണ് അർത്ഥം, പുസ്തകം. കതബ യക്തുബു, അറബിയിൽ കതബ എന്ന് പറഞ്ഞാൽ എഴുതി, യക്തുബു എഴുതുന്നു, അതിന്റെ മസ്ദർ അതാണ് ഇത് കിതാബ് എന്ന് പറയുന്നത്. അറബിയിൽ ഈ 3 അക്ഷരങ്ങൾ കാഫ് ത ബ, ഈ 3 അക്ഷരങ്ങൾ കൂടിച്ചേർന്ന വാക്കുകൾക്ക് പൊതുവായ ഒരു അർത്ഥമുണ്ട്. ഏതാണ് ആ അർത്ഥം? ഒരുമിച്ച് കൂട്ടിയത് അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നുള്ള അർത്ഥം അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ധാരാളം അക്ഷരങ്ങളും വാക്കുകളും ഒരുമിച്ച് ചേർന്നതിനാണ് എന്ത് പറയുക, കിതാബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കതീബത്ത് എന്ന് പറയും, സൈന്യത്തിന് എന്ത് പറയും, കതീബത്ത്, അതൊരു സംഘമാണ്. അങ്ങനെ ഒരു കൂട്ടം എന്നുള്ളതിന് ഈ 3 അക്ഷരങ്ങൾ അതിന് പൊതുവെ ഈ ഒരു അർത്ഥം ലഭിക്കുമെന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അപ്പൊ കിതാബു തൗഹീദ്, തൗഹീദിന്റെ കിതാബ്, തൗഹീദിന്റെ വിഷയത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. തൗഹീദ് എന്ന വാക്ക് അത് ഹദീസുകളിൽ ധാരാളം സ്ഥലത്ത് വന്നിട്ടുള്ള വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. ഹദീസുകളിൽ നമുക്ക് കാണാം ആസുബിന് വായിൽ അഥവാ അംറുബിനു ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവാണ് അൽ ആസുബിന് വായിൽ. അദ്ദേഹം ജാഹിലിയ കാലത്ത് ഒരു നേർച്ച നേരുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മരണശേഷം 100 ഒട്ടകങ്ങളെ ബലിയറുക്കണമെന്ന് അദ്ദേഹം നേർച്ച ചെയ്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, കാഫിറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു മകൻ ഹിഷാം എന്ന് പറയുന്ന മകൻ ഹിഷാം ഇബ്നുൽ ആസ്, അദ്ദേഹം 50 ഒട്ടകങ്ങളെ അദ്ദേഹം ബലിയറുത്തു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ വസിയത്ത് നടപ്പിലാക്കി. ബാക്കി 50 ഒട്ടകങ്ങളുണ്ട്.
അപ്പോൾ ഈ പ്രവൃത്തിയെക്കുറിച്ച് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്മാ അബൂക ഫലൗ കാന അഖറ ബിത്തൗഹീദി ഫസുംത വതസദ്ദഖ്ത അൻഹു നഫഅഹു ദാലിക്. നിന്റെ പിതാവ് അദ്ദേഹം തൗഹീദ് അംഗീകരിച്ചിരുന്നുവെങ്കിൽ, തൗഹീദിൽ അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നുവെങ്കിൽ നീ അദ്ദേഹത്തിന് വേണ്ടി നോമ്പെടുക്കുന്നതും സദഖ ചെയ്യുന്നതുമൊക്കെ അദ്ദേഹത്തിന് ഉപകാരപ്പെടുമായിരുന്നു. ഇപ്പൊ തൗഹീദ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് എന്താണ്? അഖറ ബിത്തൗഹീദ്. തൗഹീദ് എന്ന വാക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചതായി കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഅദ്ദബു നാസുൻ മിൻ അഹ്ലി തൗഹീദ് ഫിന്നാർ. തൗഹീദുള്ള ചില ആളുകൾ അവർ നരകത്തിൽ അവരുടെ തിന്മകൾ കാരണമായി അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവർ നരകത്തിൽ കരിക്കട്ടകളായി തീരും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിനാൽ അവർ ആ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുകയും സ്വർഗത്തിന്റെ അരികിലേക്ക് അവർ കൊണ്ടുവരപ്പെടുന്നതാണ്. അങ്ങനെ സ്വർഗത്തിലുള്ള ആളുകളോട് ആ കരിക്കട്ടകളായ ആ വസ്തുക്കൾ, ആ ശരീരങ്ങൾ അവരുടെ മേൽ വെള്ളമൊഴിക്കാൻ പറയുകയും അങ്ങനെ ആ കരിക്കട്ടകളായി തീർന്ന ആ ശരീരങ്ങൾ അത് വീണ്ടും പുനർജീവിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഈ ഹദീസിലും എന്താണ് പറയുന്നത്? മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ള ആളുകൾ. അപ്പോൾ തൗഹീദ് എന്നുള്ള വാക്ക് അത് ഹദീസുകളിൽ ധാരാളമായി വന്നിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസിൽ മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഫഅഹല്ല ബിത്തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചു. ഏതാണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൗഹീദിന്റെ വാക്യങ്ങളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പ്രഖ്യാപിച്ചു എന്നാണ് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്തതിന് ശേഷം, ഹജ്ജിനും ഉംറക്കും പോയ ആളുകൾക്കറിയാം, തവാഫ് ചെയ്തതിന് ശേഷം മഖാമു ഇബ്രാഹിം അതിന്റെ പിറകിൽ 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിന് ശേഷം അതിന്റെ പിറകിൽ വന്ന് നമസ്കരിക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് സഹാബി പറയുകയാണ്, ഫഖറഅ ഫീഹാ ബിത്തൗഹീദ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പാരായണം ചെയ്തു. അഥവാ സൂറത്തുൽ ഇഖ്ലാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് അതിൽ അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, തൗഹീദാണ് പറയുന്നത്. വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ സൂറത്തുൽ കാഫിറൂനും ആ 2 റക്അത്തുകളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ തൗഹീദ് എന്ന വാക്ക് അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതല്ല, അത് ഹദീസുകളിൽ വ്യക്തമായി വന്നതാണ്. എന്നാൽ ഖുർആനിൽ തൗഹീദ് എന്ന വാക്ക് വന്നിട്ടില്ലെങ്കിലും അതിനോട് സാദൃശ്യമായ വാക്കുകൾ വന്നിട്ടുണ്ട്. വാഹിദ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ്. അല്ലാഹു അവൻ ഏകനായ ഇലാഹാകുന്നു. അതുപോലെ തന്നെ മാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്. ഏകനായ ആരാധ്യനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലായി ഈ കാര്യം പറഞ്ഞതായി കാണാം. തൗഹീദ് എന്ന വാക്ക് അത് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിൽ വ്യക്തമായി വന്നതാണ്. ഖുർആനിൽ അതിന്റെ മറ്റ് രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് എന്നതിന്റെ ഭാഷാപരമായ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നു, വഹദ യുവഹിദു തൗഹീദ്. വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കി. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ എന്നാണ് അർത്ഥം. അല്ലാഹുവിനെ ഏകനാക്കുക. ഭാഷാപരമായി അതാണ് ജഅലു ശൈഇ വാഹിദൻ. ഒരു കാര്യത്തെ അതിനെ ഏകനാക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം അത് ഒന്നാണ് എന്ന് വിശ്വസിക്കുക. ഇതിനൊക്കെയാണ് ഭാഷാപരമായി തൗഹീദ് എന്ന് പറയുന്നത്. എന്നാൽ ശർഈയായി തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ഫീ റുബൂബിയ്യതിഹി വ ഉലൂഹിയ്യതിഹി വ അസ്മാഇഹി വ സിഫാതിഹി. റുബൂബിയ്യത്തിലും അതുപോലെ തന്നെ ഉലൂഹിയ്യത്തിലും അസ്മാഉ വ സിഫാത്തിലും അല്ലാഹുവിനെ ഏകനാക്കുക. അതെന്താണ് എന്നുള്ള കാര്യം ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുന്നതാണ്. ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൽ അല്ലാഹുവിനെ ഏകനാക്കുക. അതേതൊക്കെയാണ് അവകാശപ്പെട്ട കാര്യങ്ങൾ? അതാണ് 3 കാര്യങ്ങൾ: റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അസ്മാഉ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത്, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഉലൂഹിയ്യത്ത്, നാം നിർവഹിക്കുന്ന നമ്മുടെ ഇബാദത്തുകൾ, അതുപോലെ അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, ഇതിലൊക്കെ അല്ലാഹുവിനെ ഏകനാക്കുക. അതാണ് തൗഹീദ് എന്നതിന്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൗഹീദിന്റെ നാം കേട്ടതുപോലെ തൗഹീദ് 3 ഇനങ്ങളായി തിരിക്കും. ചില പണ്ഡിതന്മാർ തൗഹീദിനെ 2 ആയി തിരിച്ചിട്ടുണ്ട്. തഖ്സീമുൻ സുനായിയുൻ 2 ആയി തിരിച്ചു. ചില ആളുകൾ തഖ്സീമുൻ സുലാസിയുൻ 3 ആയി തിരിച്ചു. പക്ഷെ ഇത് രണ്ടും എന്തല്ല, വൈരുദ്ധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് തൗഹീദിന്റെ 3 ഇനങ്ങൾ?
ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യ അതാണ് ഒന്നാമത്തെ ഇനം. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി, അല്ലാഹുവിനെ അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാക്കുക. അല്ലാഹുവിൽ നിന്ന് ധാരാളം പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. സൃഷ്ടിക്കുന്നവൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, മഴ വർഷിപ്പിക്കുന്നവൻ, രോഗം സുഖപ്പെടുത്തുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ, ഇതെല്ലാം അല്ലാഹുവാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദു അർ-റുബൂബിയ്യ. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ. എന്താണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ അല്ലാഹുവിനെ ഏകനാക്കുക. അപ്പോൾ ഒന്നാമത്തേത് അല്ലാഹുവിന്റെ പ്രവർത്തനമാണ്. രണ്ടാമത്തേതോ നമ്മുടെ സൃഷ്ടികളായ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഇബാദത്തുകൾ, അതിൽ അല്ലാഹുവിനെ ഏകനാക്കുക. സർഫു ജമീഇ അൻവാഇൽ ഇബാദതി ലില്ലാഹി വഹ്ദഹ്, ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക, അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ തൗഹീദുൽ ഉലൂഹിയെ തൗഹീദുൽ ഇബാദ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തൗഹീദുൽ ഇലാഹിയ എന്നും തൗഹീദുൽ ഉലൂഹിയെ അതിന്റെ മറ്റൊരു പേരാണ്. മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവനെ ഏകനാക്കുക. അസ്മാ എന്ന് പറഞ്ഞാൽ നാമങ്ങൾ, പേരുകൾ. സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക. ഇഫ്റാദുല്ലാഹി തആല ബി അസ്മാഇഹി വസിഫാതിഹി, ഇതാണ് തൗഹീദിന്റെ 3 ഇനങ്ങൾ. ചില പണ്ഡിതന്മാർ ഇത് പറഞ്ഞു, അവർ രണ്ടായി തിരിച്ചു. അതേതൊക്കെയാണ്? അത്തൗഹീദുൽ ഇൽമി, നമ്മൾ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട തൗഹീദ്, മനസ്സിലാക്കേണ്ട തൗഹീദ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിലേതൊക്കെ പെടും? തൗഹീദുൽ റുബൂബിയ്യയും തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും, അതൊക്കെ തൗഹീദു അൽ ഇൽമി അതിൽ പെടും. രണ്ടാമത്തെ ഇനമാണ് തൗഹീദുൽ അമലി, നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ട തൗഹീദ്, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, അത് അള്ളാഹുവിന് മാത്രം കൊടുക്കുന്ന തൗഹീദ്, അതാണ് തൗഹീദു അത്തൗഹീദുൽ അമലി. അപ്പോൾ തൗഹീദിനെ രണ്ടായി തിരിച്ചതുമുണ്ട്, 3ആയി തിരിച്ചതുമുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ തൗഹീദിന്റെ ഈ 3 ഇനങ്ങൾ, അത് 3നും അതിന്റെ വിപരീതമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായിരിക്കണം, വലികുല്ലി ഖിസ്മിൻ മിൻ ഹാദിഹിൽ അഖ്സാമി ثلاثه ضد. തൗഹീദുർ റുബൂബിയ്യ, റുബൂബിയ്യത്തിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം അഥവാ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പോൾ റുബൂബിയ്യത്തിലുള്ള ശിർക്കുണ്ട്, റുബൂബിയ്യത്തിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉലൂഹിയ്യത്തിലുള്ള ശിർക്കുണ്ട്, അതുപോലെ അസ്മാ വസ്സിഫാത്തിലുള്ള ശിർക്കുണ്ട്. അപ്പോൾ തൗഹീദിന്റെ നേർവിപരീതമായ അതിന്റെ വിദ്ദും അതിന്റെ വിപരീതവും ഈ 3 ഇനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തൗഹീദിന്റെ ഈ 3 ഇനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ പിഴച്ചുപോയ ബിദ്അത്തിന്റെ ആളുകൾ, ശിർക്കിന്റെ ആളുകൾ, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർ പറയാറുണ്ട്, ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഇബ്നു തൈമിയ്യയും പിന്നീട് അതിനുശേഷം വന്ന ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയും അവരൊക്കെ കണ്ടുപിടിച്ച പുതിയ ഒരു കാര്യമാണ് ഇതെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ തൗഹീദിന്റെ 3 ഇനങ്ങൾ അതെവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നുമാണ്. പണ്ഡിതന്മാർ, ദീനിന്റെ വിഷയത്തിൽ ആഴമുള്ള അറിവുള്ള പണ്ഡിതന്മാർ, അവർ ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾ അത് സൂക്ഷ്മമായി പരിശോധിക്കുകയും അങ്ങനെ അതിൽ നിന്ന് അവർ എത്തിയ ഒരു റിസൾട്ടാണെന്ത്? തൗഹീദിന്റെ ഇനങ്ങൾ അത് 3 എണ്ണമാണ് എന്നുള്ള കാര്യം. അതല്ലാതെ അത് പുതിയതായി അവർ കൊണ്ടുവന്നതല്ല. അത് ഖുർആനിലും സുന്നത്തിലുമുള്ള കാര്യങ്ങളെ അവർ ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്തു എന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുർആനും സുന്നത്തും നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 3 ഇനങ്ങൾക്കുമുള്ള തെളിവുകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അതിലെ ചില തെളിവുകൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഒന്നാമത്തെ തൗഹീദുർ റുബൂബിയ്യ. എന്നാൽ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ. അതൊക്കെ എന്തിനുള്ള തെളിവാണ്? തൗഹീദു റുബൂബിയ്യക്കുള്ള തെളിവാണ്. അള്ളാഹു പറയുന്നു, അല്ലാഹുല്ലദീ, അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. സുമ്മ റസഖകും, പിന്നീട് നിങ്ങൾക്ക് ഉപജീവനം നൽകിയവനാണ്. സുമ്മ യുമീതുകും, പിന്നീട് നിങ്ങളെ മരിപ്പിച്ചവനാണ്. സുമ്മ യുഹ്യീകും, പിന്നീട് നിങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. ഇത് തൗഹീദു റുബൂബിയ്യക്കുള്ള തെളിവാണ്. അതുപോലെ അള്ളാഹു പറയുന്നു, വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അതെല്ലാം തൗഹീദു റുബൂബിയ്യക്കുള്ള തെളിവുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യയാണ്.
എന്താണ് ഉലൂഹിയ എന്ന് പറഞ്ഞാൽ? ഇഫ്രാദുല്ലാഹി ബിൽ ഇബാദ, നമ്മുടെ ഇബാദത്തുകൾ, നാം ചെയ്യുന്ന ആരാധനകൾ അതെല്ലാം അള്ളാഹുവിന് മാത്രമാക്കുക. അപ്പോൾ ആരാധനകൾ, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്നറിയിക്കുന്ന ഒട്ടനവധി ആയത്തുകളുണ്ട്. അതൊക്കെ തൗഹീദുൽ ഉലൂഹിയക്കുള്ള തെളിവുകളാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഇസ്തിആന, സഹായം ചോദിക്കുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്. മറ്റൊരാഴ്ചയിൽ അള്ളാഹു പറഞ്ഞു യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ഇത് തൗഹീദുൽ ഉലൂഹിയക്കുള്ള തെളിവാണ്. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു ഇന്നനീ അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് നിന്റെ റബ്ബ്, ഞാനാണ് നിന്റെ അള്ളാഹു. ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. ഫഅ്ബുദ്നി, അതുകൊണ്ട് നീ എന്നെ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർമ്മിക്കുന്നതിനായി, എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നീ നമസ്കരിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഇബാദത്തുകളെ കുറിച്ചുള്ള തൗഹീദുൽ ഉലൂഹിയക്കുള്ള തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. തൗഹീദിന്റെ മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി വന്ന ആയത്തുകൾ അതൊക്കെ എന്തിനുള്ള തെളിവാണ്? തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്തിനുള്ള തെളിവാണ്. അപ്പോൾ തൗഹീദിന്റെ ഈ മൂന്ന് ഇനങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ തെളിവുകളുണ്ട്. അത് പിൽക്കാലത്ത് വന്ന ഇബ്നു തൈമിയ്യ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുമുല്ലാ അവരുണ്ടാക്കിയ കാര്യമല്ല. അസ്മാഉ വസ്സിഫാത്തിന്റെ തെളിവുകളായി നമുക്ക് കാണാം. ഫാത്തിഹയിൽ അർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമങ്ങളാണ്. മാലിക് യൗമിദ്ദീൻ അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് ഏറ്റവും നല്ല അത്യുത്തമമായ നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗം ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അങ്ങനെ അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങൾ പറയുന്ന ആയത്തുകളുണ്ട്. ഇതൊക്കെ തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്തിനുള്ള തെളിവുകളാണ്. അപ്പോൾ തൗഹീദിന്റെ ഈ മൂന്ന് ഇനങ്ങൾക്കും വിശുദ്ധ ഖുർആനിൽ ധാരാളം തെളിവുകളുണ്ട്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഇതൊന്നുമില്ല എന്ന് നിഷേധിക്കാൻ കഴിയുക? ഈ മൂന്ന് ഇനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ ഒരുമിപ്പിച്ച് പറഞ്ഞതായി കാണാം. ആ ആയത്ത് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ ഓരോ ക്ലാസ്സിന് വരുമ്പോഴും പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ ആയത്തുകൾ അത് നമ്മൾ മനഃപ്പാഠമാക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നു റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിന്റെയും റബ്ബാണ് അല്ലാഹു. അപ്പോൾ ഇതെന്തിനുള്ള തെളിവാണ്? റുബൂബിയ്യ, അല്ലാഹു റബ്ബാണ്. എന്നിട്ട് പറയുന്നു ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി, അതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ആ ഇബാദത്തിൽ നിങ്ങൾ ക്ഷമയോടുകൂടി നിലയുറപ്പിക്കുകയും ചെയ്യുക. ഇതേതാണ്? ഉലൂഹിയ്യ, ഇബാദത്ത് അല്ലാഹുവിന് മാത്രം നൽകുക എന്നുള്ള കാര്യം. എന്നിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നു ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ പേരുകളുമായി അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പോലെ അതുപോലെയുള്ള പേരൊത്ത മറ്റേ ആരെങ്കിലും നിങ്ങൾക്കറിയുമോ, താങ്കൾക്കറിയുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അസ്മാഉ വസ്സിഫാത്തുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻകാലക്കാരായ പണ്ഡിതന്മാർ, ഇമാം ഇബ്നു തൈമിയ്യക്ക് മുൻപ് വന്നിട്ടുള്ള എത്രയോ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫയുടെ അദ്ദേഹത്തിന്റെ സഹചാരിയായിരുന്ന ഖാദി അബൂ യൂസുഫ് റഹിമഹുല്ലാ ഹിജ്റ 182 മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഇമാം അത്വഹാബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു ബത്ത റഹിമഹുല്ലാ ഹിജ്റ 387 മരണപ്പെട്ട പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു മൻദ ഹിജ്റ 395 മരണപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇബ്നു അബി സയ്യിദ് അൽ ഖൈറുവാനി ഹിജ്റ 386 മരണപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ ഇമാം അത്വബരി, ഇമാം അസ്സഹബി, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഇവരൊക്കെ തൗഹീദിന്റെ ഈ മൂന്ന് ഇനങ്ങൾ അതുണ്ട് എന്ന കാര്യം അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യമാണ്. അതല്ലാതെ ഹിജ്റ 728 മരണപ്പെട്ട ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഇതെന്ന് പറയുന്നത് തീർത്തും അബദ്ധമാണ് എന്ന കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ, തൗഹീദ് മൂന്നായി തിരിക്കും എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അവർ പറയാറുള്ള കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു,
തൗഹീദ് 3 ഇനമാണ്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്നിങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നു എന്നാണ് അവർ ചോദിക്കാറുള്ളത്. പണ്ഡിതന്മാർ അതിന് മറുപടി നൽകിയതായി കാണാം. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല. അതോടൊപ്പം റസൂലുള്ളാഹി എന്തും പറഞ്ഞിട്ടില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. തൗഹീദുർ റുബൂബിയ്യയും ഉലൂഹിയ്യയും അതിൻ്റെ ഇടയിൽ വ്യത്യാസമില്ല എന്ന കാര്യവും റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന വാദം അത് തീർത്തും അബദ്ധമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പദപ്രയോഗം നടത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിന്റെ ആശയങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓതിയ ആയത്തുകൾ റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും അതുപോലെ അസ്മാഉ വസ്സിഫാത്തിനെയും ഒക്കെ അറിയിക്കുന്ന ആയത്തുകൾ ധാരാളമുണ്ട്. അത് റസൂലുള്ളാഹി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നമാ അൽ ഇബ്റതു ഇന്നമാ ഹിയ ബിൽ ഹഖായിഖി വൽ മആനി, ആശയങ്ങൾ, അർത്ഥങ്ങൾ, അതിനാണ് പ്രാധാന്യം, അതാണ് നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. അതല്ലാതെ റസൂലുള്ളാഹി തൗഹീദുർ റുബൂബിയ്യ ഇങ്ങനെയാണ്, ഉലൂഹിയ ഇങ്ങനെയാണ് എന്ന് ഹദീസുകളിൽ റസൂലുള്ളാഹി നേരിട്ട് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് അവരോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത് തൗഹീദ് 3 ഇനമുണ്ട് എന്ന് അത് തെറ്റാണ് എന്ന് അറിയിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരിക്കലും ശരിയാവുകയില്ല. കാരണം ഫിഖ്ഹിന്റെ കിതാബുകൾ, മുൻകാല പണ്ഡിതന്മാർ എഴുതിയ ഫിഖ്ഹിന്റെ കിതാബുകളുണ്ട്. അതിൽ നമ്മൾ ശുറൂത്തു സ്വല പഠിക്കാറുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിന്റെ റുക്നുകൾ, അതുപോലെ നിസ്കാരത്തിന്റെ ഫർളുകൾ. അല്ലെ, നിസ്കാരത്തിന്റെ റുക്നുകൾ അത് 14 എണ്ണമാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ അത് 9 എണ്ണമാണ്. ഇതൊക്കെ റസൂലുള്ളാഹി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തതാണോ? അല്ല. ഇതൊക്കെ എന്താണ്? പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവർ ഹദീസുകളിൽ നിന്ന് അവർ തെരഞ്ഞെടുത്തതാണ്. ഹദീസുകൾ അടിസ്ഥാനപ്പെടുത്തി അത് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം നിസ്കാരത്തിന്റെ റുക്നുകൾ അത് ഇത്ര എണ്ണമാണ് എന്നവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ പുതുതായി ഒരു കാര്യവും അവർ ഉണ്ടാക്കുന്നില്ല. മറിച്ച് ഹദീസുകളിലുള്ള ഖുർആനിലുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കി കൊടുക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ തൗഹീദിന്റെ ഈ 3 ഇനങ്ങൾ അത് റസൂലുള്ളാഹി നാവ് കൊണ്ട് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട ഫിഖ്ഹിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ അതും തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും, പറയേണ്ടി വരും എന്ന് അവിടുന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ തൗഹീദിന്റെ ഈ 3 ഇനങ്ങൾ അത് നമ്മൾ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് തൗഹീദുർ റുബൂബിയ്യയാണ്. അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും അധികാരി. അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നത്. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദു അർ റുബൂബിയ്യ അതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യമായി അതാണ് രൂഢമൂലമാക്കേണ്ടത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഫബാബു തൗഹീദിൽ ഉലൂഹിയ്യ തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുൽ ഉലൂഹിയ്യ അതിലേക്ക് ചെന്നെത്താനുള്ള കവാടമാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. ആ തൗഹീദുർ റുബൂബിയ്യ അംഗീകരിക്കുന്ന ആളുകൾ, അത് പൂർണ്ണമായ രീതിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് തൗഹീദുൽ ഉലൂഹിയ്യ അംഗീകരിക്കാൻ എളുപ്പമാണ്. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് റിസ്ക് നൽകുകയും എല്ലാ നിഅമത്തുകളും ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ അത് പൂർണ്ണമായ രീതിയിൽ അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് അവൻ സ്വാഭാവികമായും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അവന്റെ ഇബാദത്തുകൾ അവൻ അള്ളാഹുവിന്റെ മുൻപിൽ മാത്രമേ തലകുനിക്കുകയുള്ളൂ. അവന്റെ ഉദ്ദേശവും ലക്ഷ്യവും അത് അള്ളാഹുവിലേക്ക് മാത്രമേ തിരിയുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ തൗഹീദുർ റുബൂബിയ്യ അതിൽ പ്രശ്നമുള്ള ആളുകൾ, അതിൽ അബദ്ധങ്ങൾ സംഭവിച്ച ആളുകൾ, അവർക്ക് തൗഹീദുൽ ഉലൂഹിയയിലും അവരിൽ അബദ്ധം സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, അവർ തൗഹീദുർ റുബൂബിയ്യ പൊതുവെ അംഗീകരിച്ച ആളുകളാണ്. തൗഹീദുർ റുബൂബിയ്യ പൊതുവെ അംഗീകരിച്ച ആളുകളായിരുന്നു. എന്നാൽ അവർക്ക് തൗഹീദുർ റുബൂബിയ്യയുടെ വിഷയത്തിൽ അതിന്റെ സൂക്ഷ്മമായ ചില വിഷയങ്ങളിൽ അവർക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ തൗഹീദുർ റുബൂബിയ്യ അംഗീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മക്കയിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ അവർ തൗഹീദുർ റുബൂബിയ്യ വിശ്വസിച്ചതുപോലെ അതേ അർത്ഥത്തിൽ പൂർണ്ണമായി അവർ വിശ്വസിച്ചു എന്നാണോ? അല്ല. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ആ അർത്ഥത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് തൗഹീദുർ റുബൂബിയ്യയുടെ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സൃഷ്ടിക്കുക, അതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, ഇതൊക്കെ അള്ളാഹു ആയിരുന്നു എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം അവർ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ റുബൂബിയ്യത്തിലുള്ള അവരുടെ വിശ്വാസം അതെന്തായിരുന്നില്ല? പൂർണ്ണമായിരുന്നില്ല. അത് പൂർണ്ണമായിരുന്നുവെങ്കിൽ അവർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവുമെല്ലാം അത് അള്ളാഹുവിലേക്ക് മാത്രമാവുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ തൗഹീദുർ റുബൂബിയ്യ
പൊതുവെ മൊത്തത്തിൽ അംഗീകരിച്ചിരുന്നു എന്ന് പറയുന്നത് അത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളെ നമ്മൾ പ്രശംസിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അവർ ചെയ്യുന്ന നേർച്ചകൾ, ബലിപാടുകൾ, അള്ളാഹു അല്ലാത്തവർക്ക് അവർ ദിവ്യത്വം കൽപ്പിക്കുന്ന അവരുടെ ശിർക്കിന്റെ പ്രവർത്തനങ്ങളെ അതിനെ വെള്ളപൂശുകയല്ല, മറിച്ച് ഇത് അവർക്കെതിരെയുള്ള ആക്ഷേപമാണ്. അവർ പറയുന്നു അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല എന്ന ആക്ഷേപത്തിന്റെ ചോദ്യമാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദ് റുബൂബിയ്യ അവർ പൊതുവെ അംഗീകരിച്ചിരുന്നു എന്നത് അത് അവർക്കുള്ള പ്രശംസയായി കൊണ്ടല്ല, മറിച്ച് അവർക്കെതിരെയുള്ള ആക്ഷേപമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടുന്ന് കാണാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഖുൽ നബിയെ അവരോട് ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ്? അതുപോലെ തന്നെ അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചയും അത് ഉടമപ്പെടുത്തിയത് അധീനപ്പെടുത്തുന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കോഴിക്കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്ത കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. ജീവനുള്ള പക്ഷിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ടയെ പുറത്തു കൊണ്ടുവരുന്നു. ഇതൊക്കെ ആരാണ്? അതുപോലെ തന്നെ വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ആകാശഭൂമികളുടെ നിയന്ത്രണം അതാരാണ്? ആ സമയത്ത് ഫസയഖൂലൂൻ അല്ലാഹ്, ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണ് എന്നവർ പറയും. ഫഖുൽ, എങ്കിൽ നബിയെ അവരോട് പറഞ്ഞുകൊള്ളുക, ചോദിച്ചുകൊള്ളുക, അഫലാ തത്തഖൂൻ, പിന്നീട് എന്തുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത്? ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണെങ്കിൽ ആ റബ്ബിന്റെ മുൻപിൽ മാത്രമല്ലേ ഇബാദത്തുകൾ സമർപ്പിക്കാവൂ. നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ് അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ തൗഹീദ് റുബൂബിയ്യ മൊത്തത്തിൽ അംഗീകരിച്ചു എന്നത് അത് അവരെ പ്രശംസിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് അവർക്കെതിരെയുള്ള ആക്ഷേപമായിക്കൊണ്ടും അവർക്ക് പിഴവ് പറ്റിയ തൗഹീദുൽ ഇബാദത്തുകൾ അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് എടുത്ത് ഉദ്ധരിക്കുന്നതായി കാണാം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.